വെൽക്കം ഓൾ. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിങ്ങിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിസൈൻ എ ജേർണൽ ബിയറിംഗ് ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ്. നമ്മുടെ മെഷീനറി എന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ, ലോഡ് ഓൺ ദ ജേർണൽ 20 കിലോ ന്യൂട്ടൺ. അത് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡബ്ല്യു എത്ര തന്നിട്ടുണ്ട്? 20,000 ന്യൂട്ടൺ. ആൻഡ് സ്പീഡ് ഓഫ് ദ ജേർണൽ 900 RPM. സോ ക്യാപിറ്റൽ എൻ ആണല്ലേ. ക്യാപിറ്റൽ എൻ എന്താണ്? 900 RPM തന്നിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഓയിൽ ഈസ് SAE 10 ഫോർ വിച്ച് അബ്സല്യൂട്ട് വിസ്കോസിറ്റി അറ്റ് 55 ഡിഗ്രി സെൽഷ്യസ്. അബ്സല്യൂട്ട് വിസ്കോസിറ്റി അറ്റ് 55 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? ടെമ്പറേച്ചർ ഓഫ് ഓയിൽ എത്രയാണ്? 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഓഫ് ഓയിൽ എത്രയാണ്? 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് അബ്സല്യൂട്ട് വിസ്കോസിറ്റി അറ്റ് 55 ഡിഗ്രി സെൽഷ്യസ് എത്ര തന്നിട്ടുണ്ട്? 0.017 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അപ്പം അതെന്താണ്? അബ്സല്യൂട്ട് വിസ്കോസിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Z വെച്ചിട്ടാണ്. Z തന്നിട്ടുണ്ട്. ആംബിയൻ ടെമ്പറേച്ചർ ഓഫ് ഓയിൽ, അതായത് ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ TA കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 15.5 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. മാക്സിമം ബിയറിംഗ് പ്രഷർ ഫോർ ദ പമ്പ് 1.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ സ്മോൾ പി തന്നിട്ടുണ്ട് അല്ലേ. സ്മോൾ പി എത്ര തന്നിരിക്കുന്നു? 1.5 ന്യൂട്ടൺ. മാക്സിമം ബിയറിംഗ് പ്രഷറാണ്. മാക്സിമം ബിയറിംഗ് പ്രഷറിൻ്റെ വാല്യൂ എത്ര? 1.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. കാൽക്കുലേറ്റ് ഓൾസോ ദ മാസ് ഓഫ് ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ റിക്വയർഡ് ഫോർ ആർട്ടിഫിഷ്യൽ കൂളിംഗ്. അതായത് ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആവശ്യമുണ്ട്. നമ്മുടെ ബിയറിങ്ങിന് എന്ത് ആവശ്യമുണ്ട്? ഒരു ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെത്ര മാസ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വേണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നീട് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഹീറ്റ് ഡിസിപ്പേഷൻ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻ കോഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. 1232 വാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ ഡിഗ്രി സെൽഷ്യസ്. സ്റ്റെപ്പ് 1, ഫൈൻഡിങ് ദ ലെങ്ത് ഓഫ് ജേർണൽ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുക നമ്മൾ ആദ്യം ജേർണൽ ഡയമീറ്റർ ഒരു വാല്യൂ അങ്ങ് അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ ഡയമീറ്റർ ഓഫ് ജേർണൽ എത്ര ആയിട്ട് എടുത്തു? 100 mm ആയിട്ട് എടുത്തു. ഇനി ജേർണലിൻ്റെ ഡയമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനായിട്ട് നമുക്ക് ടേബിൾ ഏതാണ്? 15.11 റെഫർ ചെയ്യാം. ഓഫ് ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്കിലെ 15.11 എന്ന ടേബിൾ റെഫർ ചെയ്യാം. അപ്പോൾ അതിൽ ഡിസൈൻ ഡാറ്റ ഓഫ് ബിയറിങ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ മെഷീനറി ഉണ്ട്, അതിൽ ബിയറിങ്സ് ഉണ്ട്, അതിനകത്തുള്ള പല വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് ബിയറിംഗ് പ്രഷർ വാല്യൂ വന്നിട്ടുണ്ട്, അതുപോലെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഉണ്ട്, C/R റേഷ്യോ ഉണ്ട്, L/D റേഷ്യോ ഉണ്ട്. സോ നമുക്ക് വേണ്ട എന്താണ്? L/D റേഷ്യോ ആണ് വേണ്ടത്, അതായത് 7th കോളമാണ്. സോ ഇതിൽ മെഷീനറി നോക്കുക. അപ്പോൾ നമ്മുടെ മെഷീനറി എന്താണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അപ്പോൾ സെക്കൻഡ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 17th കാണാൻ നിങ്ങൾക്ക് ജനറേറ്റേഴ്സ്, മോട്ടോഴ്സ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. ആ പമ്പിലെ L/D റേഷ്യോയുടെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്? L/D റേഷ്യോ വേരീസ് ഫ്രം 7th കോളം. സോ 1 to 2 അല്ലേ. അപ്പോൾ L/D റേഷ്യോ എന്താണ്? വേരീസ് ബിറ്റ്വീൻ 1 and 2. സോ നമ്മൾ L/D റേഷ്യോ 1നും 2നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റനിൽ L/D റേഷ്യോ 1.6 ആയിട്ട് എടുത്തു അല്ലേ. അതായത് L/D = 1.6. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 1.6 × D അല്ലേ. 1.6 × D എത്ര എടുത്തത്? 100 എത്ര കിട്ടി? 160 mm. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡിങ് ബിയറിംഗ് പ്രഷർ. നമുക്ക് ബിയറിങ്ങിലുണ്ടായ പ്രഷർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് മുമ്പേ അറിയാം. ലോഡ് ഡിവൈഡഡ് ബൈ പ്രൊജക്റ്റഡ് ഏരിയ അല്ലേ. D × L. ഡാറ്റ ബുക്കിലെ റിലേഷൻ W/2RL എന്നാണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് ലോഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്. 2R എന്ന് പറഞ്ഞാൽ D തന്നെയാണ് അല്ലേ. 2 × R എന്ന് പറഞ്ഞാൽ 2 × ജനറൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ജനറൽ ഡയമീറ്ററിന് ഇക്വലൻ്റ് തന്നെയാണ്. സോ ഫൈൻഡിങ് ഔട്ട് ദ ബിയറിംഗ് പ്രഷർ. നമുക്ക് ബിയറിംഗ് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലോഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? 20 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 20,000 ന്യൂട്ടൺ. ഇനി D നമ്മൾ എത്ര അസ്യൂം ചെയ്തു? 100 അസ്യൂം ചെയ്തു. L നമുക്ക് എത്ര കിട്ടി? 160 കിട്ടി. ഇത് രണ്ട് mm-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി? 20,000 ഡിവൈഡഡ് ബൈ 160 × 100 അല്ലെങ്കിൽ 1.25 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാക്സിമം ബിയറിംഗ് പ്രഷർ ഓഫ് പമ്പ് എത്ര തന്നിരിക്കുന്നു? 1.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ബിയറിംഗ് പ്രഷർ എത്ര ഉണ്ട്? 1.25 ന്യൂട്ടൺ പെർ mm സ്ക്വയറേ ഉള്ളൂ, വിച്ച് ഈസ് ലെസ് ദാൻ ദ മാക്സിമം ബിയറിംഗ് പ്രഷർ ഫോർ ദ പമ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ അസ്യൂം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത പി വാല്യൂ സേഫാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് L and D നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത L and D വാല്യൂസ് എന്താണ്? സേഫാണ്. അതായത് മാക്സിമം ബിയറിംഗ് പ്രഷർ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 1.25 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദിസ് വാല്യൂ. സോ ദാറ്റ് നമ്മുടെ ഡിസൈൻ എന്താണ്? സേഫാണ്.
ഇനി ടേബിൾ ഒന്നുകൂടി റെഫർ ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് കിട്ടും അല്ലേ. അത് എത്രാമത്തെ കോളമാണ്? 5-ാമത്തെ കോളം റെഫർ ചെയ്ത് നോക്ക്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എത്ര കിട്ടി? 29.01. സോ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കിട്ടിയാൽ നമുക്ക് അത് വെച്ച് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ബിയറിംഗ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ബിയറിംഗ് മോഡുലസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ബിയറിംഗ് മോഡുലസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിയറിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്ന തിക്ക് ഫിലിം കണ്ടീഷനിലാണോ തിൻ ഫിലിം കണ്ടീഷനിലാണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബിയറിംഗ് മോഡുലസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ ബിയറിംഗ് മോഡുലസ് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ ഡിസൈൻ കണ്ടീഷനിൽ ക്രൈറ്റീരിയയിൽ നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ZN/P = അതായത് നമ്മൾ ഡിസൈൻഡ് വാല്യൂ ഓഫ് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ 3 times K ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. 3 times നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 3 times K ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് K എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ZN/P വാല്യൂ നമുക്കറിയാം എത്ര? 29.01. സോ ഈക്വൽസ് 3K ആണ്. സോ 29.01 ഡിവൈഡഡ് ബൈ 3 ആണ് എത്ര? നമ്മുടെ ഇവിടുത്തെ ബിയറിംഗ് മോഡുലസ് അല്ലെങ്കിൽ K വാല്യൂ. അപ്പോൾ K വാല്യൂ നമുക്ക് എത്ര കിട്ടി? 9.33. K വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഗിവൺ ബിയറിങ്ങിൻ്റെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗിവൺ ബിയറിങ്ങിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഗിവൺ Z എത്രയാണ്? 0.017. RPM എത്രയാണ് തന്നിരിക്കുന്നത്? 900. ഇവിടെ ക്യാപിറ്റൽ N ആണ്, അതുകൊണ്ട് എന്തെങ്കിലും RPM തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ബിയറിംഗ് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എത്ര? 1.25 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗിവൺ ബിയറിങ്ങിൻ്റെ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കിട്ടും, വിച്ച് ഈസ് 12.24. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ZN/P വാല്യൂ എന്താണ്? K വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 9.33 ആണ് കിട്ടിയത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ZN/P വാല്യൂ K വാല്യൂവിനേക്കാൾ കൂടുതലാണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ബിയറിംഗ് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയാം? ഹൈഡ്രോഡൈനാമിക് കണ്ടീഷൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിക്ക് ഫിലിമിലാണ്, അല്ലെങ്കിൽ സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്റ്റെപ്പ് 4 കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഡേറ്റാസ് നോക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റേഷ്യോ വേണം. ഏതാണ് റേഷ്യോ? R/C റേഷ്യോ വേണം അല്ലേ. അപ്പോൾ R/C റേഷ്യോന് നമുക്ക് ടേബിൾ 15.11 റെഫർ ചെയ്യാം. അപ്പം 15.11 6th കോളം ചെക്ക് ചെയ്ത് നോക്കിയാൽ C/R റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ C/R റേഷ്യോ ഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ് നമുക്ക് എത്ര എടുക്കാൻ പറ്റും? C/R റേഷ്യോ ഫോർ സെൻട്രിഫ്യൂഗൽ പമ്പ് 0.0013 അല്ലേ. 0.0013. അപ്പോൾ നമുക്ക് 0.0013 ആണ് C/R റേഷ്യോ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനിലുള്ള ഓരോ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കെ എ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെ എ എത്രയാണ് വാല്യൂ കൊടുക്കുന്നത്? ഫോർ ഫുൾ ജേർണൽ ബിയറിംഗ് അല്ലെങ്കിൽ 360 ഡിഗ്രി കോണ്ടാക്റ്റ് ഉള്ള ജേർണൽ ബിയറിംഗ് ആണെങ്കിൽ കെയുടെ വാല്യൂ 0.195 × 10⁶ ഡാറ്റ ബുക്കിലുണ്ട്. Z വാല്യൂ നമുക്കറിയാം. കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്മോൾ n ആണ് നമ്മുടെ ഇക്വേഷൻ, ഡാറ്റ ബുക്കിൽ ഇക്വേഷൻ്റെ സ്മോൾ n ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റൊട്ടേഷൻ പെർ മിനിറ്റിലല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, റൊട്ടേഷൻ പെർ സെക്കൻഡിലാക്കണം. സോ 900 RPM ആണ്. സോ നമ്മൾ അതിന് റൊട്ടേഷൻ പെർ സെക്കൻഡ് ആകാൻ വേണ്ടി ഡിവൈഡഡ് ബൈ ഒരു 60 കൂടി കൊടുക്കണം ഇവിടെ. അത് തെറ്റാൻ പാടില്ല, അത് ചെക്ക് ചെയ്യുക. പിന്നെ P നമ്മൾ കണ്ടുപിടിച്ച ബിയറിംഗ് പ്രഷർ എത്രയാണ്? 1.25 അല്ലേ. 1.25 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയത് C/R റേഷ്യോ ആണ്. നമുക്കിവിടെ ഇക്വേഷനിൽ കൊടുക്കേണ്ടത് R/C ആണ്. സോ 1/0.0013 കൊടുക്കുക. ഇൻറ്റു 10⁻⁻10 പ്ലസ് ഡെൽറ്റ എഫ് നമ്മൾ പറഞ്ഞു, സൈഡ് ലീക്കേജ് ഫാക്ടർ കൊടുത്തു 0.002. ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര കിട്ടി? 0.00506. അത് നമ്മൾ റൗണ്ട് ചെയ്ത് 0.0051 എന്ന് കിട്ടി. സ്റ്റെപ്പ് 5 നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഹീറ്റ് ജനറേഷനുള്ള ഇക്വേഷൻ എന്താണ്? Hg = FWV അല്ലേ. എഫ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് എഫ്. ആൻഡ് W ലോഡാണ്, ലോഡ് ന്യൂട്ടണിലാണ്. V റബ്ബിംഗ് വെലോസിറ്റി. സോ നമുക്ക് റബ്ബിംഗ് വെലോസിറ്റി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ ഡാറ്റ ബുക്ക് πdn/1000 ആണ്. അപ്പോൾ സ്മോൾ n ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലാക്കിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. റെവല്യൂഷൻ പെർ സെക്കൻഡ് ആക്കണം. 900/60 കൊടുക്കുക. പിന്നെ D ഡയമീറ്റർ mm ആണ്, അതുകൊണ്ടാണ് ഇവിടെ 1000 വന്നിരിക്കുന്നത്. D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്തിലാണ്? mm-ലാണ്. നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാം mm-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ D എന്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ mm-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ റബ്ബിംഗ് വെലോസിറ്റി ഇതാണ്. റബ്ബിംഗ് വെലോസിറ്റി ടൈം നമുക്ക് ഈ റിലേഷനിലോട്ട് കൊടുക്കാം, അതായത് ഹീറ്റ് ജനറേഷൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം.
അപ്പോൾ എഫ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 0.0051 ഇൻറ്റു ലോഡ് എത്രയാണ് 20 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 20,000 ന്യൂട്ടൺ ആണ് കൊടുത്തത്. പിന്നെ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് വാല്യൂ ഹീറ്റ് ജനറേഷൻ എത്ര കിട്ടി? 480.7 വാട്ട് അല്ലെങ്കിൽ 480.7 ജൂൾ പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ അല്ലേ. റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു യൂസിങ് ദ റിലേഷൻ FWV. ഇനി അടുത്ത സ്റ്റെപ്പ് 6 എന്താണ്? ഹീറ്റ് ഡിസിപ്പേറ്റഡ് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ഇത് ഹീറ്റ് ജനറേഷൻ റേറ്റ് ആണ്. അതുപോലെ എത്രത്തോളം ഹീറ്റ് നമ്മൾ ജനറലിൽ നിന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോയി എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുള്ള റിലേഷൻ ഡേറ്റ ബുക്ക് റെഫർ ചെയ്യുക. K2 LD × TB - TA. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? K2 തന്നിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യൻറ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ്റെ ആവശ്യമില്ല. ഈ റിലേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ ടേംസ് എന്താണ്? K2 തന്നിട്ടുണ്ട്. K2 തന്നിട്ടുണ്ട് 12 എന്താണ് 1232 ആണ് K2. L ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ലെങ്ത് ഓഫ് ബിയറിംഗ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്തിലാണ്? മീറ്ററിലാക്കിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഹീറ്റ് ഡിസിപ്പേഷൻ കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത് ഓഫ് ബിയറിംഗ് നമ്മൾ എന്തിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? മീറ്ററിലാക്കിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡയമീറ്ററും ഇൻ ടേംസ് ഓഫ് മീറ്റർ ആക്കണം. 100 mm ആയിരുന്നു. നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞൂടാത്തൊരു ടേം TB - TA ആണ്. അതായത് ബിയറിംഗ് ടെമ്പറേച്ചർ മൈനസ് ആംബിയൻ ടെമ്പറേച്ചർ നമുക്കറിയില്ല. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ നമുക്ക് മുമ്പ് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. അതായത് ഓയിൽ ടെമ്പറേച്ചർ മൈനസ് അല്ലേ, ഓയിൽ ടെമ്പറേച്ചർ മൈനസ് ആംബിയൻ ടെമ്പറേച്ചർ ബൈ 2 ആണ് എന്ത്? ബിയറിംഗ് TB - TA അല്ലേ. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ക്വസ്റ്റനിൽ ഓയിൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ ഓഫ് ഓയിൽ നമ്മൾ എത്ര എടുത്തത്? 55 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് എടുത്തത്. ആംബിയൻ ടെമ്പറേച്ചർ നമുക്കറിയാം 15.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? TB - TA കിട്ടും. 19.75 എന്ന് കിട്ടും. ആ 19.75 എന്ന വാല്യൂ TB - TAക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. സോ നമുക്ക് ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ് എത്ര കിട്ടി? 389.3 വാട്ട് എന്ന് കിട്ടി. ഓക്കെ, ഇത് SI യൂണിറ്റ് ആണ് വാട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ രണ്ടിനെ എല്ലിനെയും DA എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? മീറ്ററിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വാട്ടിൽ ആൻസർ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എത്രത്തോളം ഹീറ്റ് ജനറേഷൻ റേറ്റ് കിട്ടി, ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് ജനറേഷൻ റേറ്റിലും കുറവാണ് ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ്. അതായത് 91.4 ജൂൾ പെർ സെക്കൻഡ് ഹീറ്റ് അവിടെ റിമൈനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഹീറ്റാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ കൂളിംഗ് വഴി റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രത്തോളം ഹീറ്റാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്? ഹീറ്റ് ജനറേഷൻ റേറ്റ് മൈനസ് ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ് ആണ് നമുക്ക് വേണ്ട ആർട്ടിഫിഷ്യൽ കൂളിംഗ്. അല്ലെങ്കിൽ ഇത്രത്തോളം ഹീറ്റ് ലോഡാണ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. 91.4 ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 91.4 വാട്ട്. ഇത്രയും ആണ് നമുക്ക് വേണ്ട ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആവശ്യമായിട്ടുള്ള ഹീറ്റ് ലോഡ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 6. അതിൽ നമുക്ക് വേണ്ടത് മാസ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ റിക്വയർഡ് ഫോർ ആർട്ടിഫിഷ്യൽ കൂളിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എത്ര ഹീറ്റാണ് റിമൂവ് ചെയ്യേണ്ടത്? 91.4 വാട്ട്. അപ്പോൾ ഈ ഹീറ്റാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? QT എന്ന് എഴുതാം. QT = എന്താണ്? മാസ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ റിക്വയർഡ് ഫോർ കൂളിംഗ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഓയിൽ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഓയിൽ നമ്മൾ പൊതുവേ കൺസിഡർ ചെയ്യുന്ന റേഞ്ച് ബിറ്റ്വീൻ 1840 ആൻഡ് 2100 ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. ഇതിനിടയ്ക്ക് ഒരു വാല്യൂ ആണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് അസ്യൂം ചെയ്യേണ്ടത്. T എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ഓഫ് ഓയിലാണ്. ടെമ്പറേച്ചർ റൈസ് ഓഫ് ഓയിൽ അല്ലെങ്കിൽ T ഔട്ട്ലെറ്റ് മൈനസ് T ഇൻലെറ്റ്, അതാണ് ടെമ്പറേച്ചർ റൈസ് ഓഫ് ഓയിൽ. ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ റൈസ് ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്, 10 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ മനസ്സിലാകും. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്. നമ്മൾ എസ് വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ ഇതിനിടയ്ക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്ത് 1900 ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തത്. സോ നമുക്ക് എസ് കിട്ടി. ടെമ്പറേച്ചർ റൈസ് ഇൻ ഡിഗ്രി സെൽഷ്യസ് 10 ഡിഗ്രി റൈസ് ഉണ്ടായെന്ന് കിട്ടി. Q ഹീറ്റ് എത്രത്തോളം ഹീറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം എന്നുള്ളത് എത്രയാണ്? 91.4. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് Q എത്ര കൊടുത്തു? 91.4. മാസ്, ഇത് മാസാണ്, മാസ് ഫ്ലോ റേറ്റ് ആണ്, എത്രത്തോളം ഓയിൽ ഫ്ലോ ചെയ്യണം. ഇത് സ്പെസിഫിക് ഹീറ്റ് വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തു എത്ര? 1900. ഇത് ടെമ്പറേച്ചർ റൈസ് ഓഫ് ദ ഓയിൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ T ഔട്ട്ലെറ്റ് മൈനസ് T ഇൻലെറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. മാസ് കിട്ടുന്ന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. കാര്യം എല്ലാം ഈ SI യൂണിറ്റ്സിലാണ് കിടക്കുന്നത്. സോ കിലോഗ്രാം പെർ സെക്കൻഡിൽ കിട്ടും. അതിന് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എത്ര ആൻസർ കിട്ടി? 0.0048 കിലോഗ്രാം പെർ സെക്കൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0.288 കിലോഗ്രാം പെർ മിനിറ്റ്.